നമസ്കാരം. ഈ ലേണിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ബയോളജിയുടെ ക്ലാസ്സുകളാണ് നിങ്ങൾ എന്നിൽ നിന്നും കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് പ്രധാന സാംക്രമിക രോഗങ്ങൾ ഏതൊക്കെയാണ്, അവ പരത്തുന്ന രോഗകാരികൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. എന്തൊക്കെ തരത്തിലുള്ള സാംക്രമിക രോഗങ്ങളാണ് നമുക്ക് ചുറ്റുമുള്ളത്, അതുപോലെ തന്നെ അവ പരത്തുന്നത് വൈറസ് ആണോ, ബാക്ടീരിയ ആണോ, ഫംഗസ് ആണോ, അതോ ഇനി വിരകളാണോ എന്ന് തുടങ്ങിയ സാംക്രമിക രോഗങ്ങളെ പറ്റി, പ്രധാനപ്പെട്ട രോഗകാരികളെ പറ്റിയിട്ടൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചുകൊണ്ടിരുന്നത്. ഈ ക്ലാസ്സിൽ എന്താണ് പഠിക്കാൻ പോകുന്നത് നോക്കാം. സാംക്രമിക രോഗങ്ങളും രോഗകാരികളും തന്നെയാണ്, അതിന്റെ തുടർച്ചയാണ് ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. നോക്കുകയും രോഗങ്ങളും അവ ബാധിക്കുന്ന ശരീരഭാഗങ്ങളും, രോഗങ്ങളെ പറ്റി പഠിച്ചു, രോഗകാരികളെ പറ്റി പഠിച്ചു. ഇനി ഈ രോഗങ്ങൾ ശരീരത്തിന്റെ ഏതൊക്കെ ഭാഗങ്ങളിലാണ് ബാധിക്കപ്പെടുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ശരീരത്തിന്റെ ഏതൊക്കെ ഭാഗങ്ങളിൽ ഏതൊക്കെ രോഗങ്ങളാണ് ബാധിക്കുന്നത് എന്ന് നോക്കാം. നോക്കിക്കേ, ആദ്യമായിട്ട് കോളറ ബാധിക്കുന്നത് ചെറുകുടലിലാണ്. കോളറ എന്ന് പറയുന്നത് മലിനജലം മൂലം, മലിനജലത്തിൽ കൂടെ പകരുന്ന ഒരു രോഗമാണ്. അപ്പോൾ അത് ചെറുകുടലിലാണ് ബാധിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. കോളറ പകരുന്നതിന് കാരണമായിട്ടുള്ള രോഗകാരി എന്ന് പറയുന്നത് ആരാണ്? ബാക്ടീരിയയാണ്, വിബ്രിയോ കോളറയാണ്. അപ്പോൾ അത് ബാധിക്കുന്നത് നമ്മുടെ ചെറുകുടലിലായിരിക്കും. അടുത്ത നോക്കിയേ, ടൈഫോയിഡും ബാധിക്കുന്ന എവിടെയാണ്? ചെറുകുടലിലാണ്. രോഗകാരി ഏതാണ് നമ്മൾ പഠിച്ചായിരുന്നു, ഏതായിരുന്നോ? സാൽമോണല്ല ടൈഫി. അപ്പോൾ സാൽമോണല്ല ടൈഫി പരത്തുന്ന രോഗമാണ് എന്തെന്ന് പറയുന്നത്? ടൈഫോയിഡ് എന്ന് പറയുന്നത്. ഈ രോഗം ബാധിക്കുന്നത് മനുഷ്യ ശരീരത്തിലെ ഏത് ഭാഗത്തെയാണ്? ചെറുകുടലിനെയാണ്. അടുത്ത നോക്കിയേ, പ്ലേഗ്. എലിച്ചെള്ളുകളിൽ നിന്നും പകരുന്ന രോഗമാണ് പ്ലേഗ് എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഇതെവിടെയാണ് ബാധിക്കുന്നത്? രക്തധമനികളെയും ശ്വാസകോശത്തെയുമാണ് പ്ലേഗ് ബാധിക്കുന്നത്. എലികളിൽ നിന്ന് അഥവാ എലിച്ചെള്ളുകളിൽ നിന്ന് പകരുന്ന രോഗമാണ് എന്തെന്ന് പറയുന്നത്? പ്ലേഗ് എന്ന് പറയുന്നത്. ഇത് ബാധിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട ശരീരഭാഗങ്ങളാണ് ശരീരത്തിലെ രക്തധമനികളും അതുപോലെ തന്നെ ശ്വാസകോശവും. അടുത്ത് നോക്കിയേ, കുഷ്ഠം നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ? ലെപ്രസി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നാഡീവ്യവസ്ഥയാണ് കുഷ്ഠം ബാധിക്കുന്നത്. ഓർത്തു വെക്കണേ. ഇപ്പൊ ശരീരത്തിലെ കുഷ്ഠം ബാധിക്കുന്നത് നാഡീവ്യവസ്ഥയാണ്. തൊലിപ്പുറത്താണ് നമ്മൾ ഇതിന്റെ പാടുകൾ കാണുന്നതെങ്കിൽ പോലും ശരി തന്നെ മനുഷ്യ ശരീരത്തിലെ നാഡീവ്യവസ്ഥകളെ ബാധിക്കുന്ന രോഗമാണ് എന്തെന്ന് പറയുന്നത്? കുഷ്ഠം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അടുത്ത രോഗമാണ് ആന്ത്രാക്സ്. ഒരിടക്കാലത്ത് നമ്മുടെ നാട്ടിൽ ഭയങ്കരമായിട്ട് ഭീതി പരത്തിയ ഒരു രോഗമായിരുന്നു ആന്ത്രാക്സ് എന്ന് പറയുന്നത്. ആന്ത്രാക്സ് ബാധിക്കുന്നത് ശ്വാസകോശത്തെയും ദഹന വ്യവസ്ഥയുമാണ്. ശ്വാസകോശത്തെയും ദഹന വ്യവസ്ഥയും കൂടി ബാധിക്കുന്ന രോഗമാണ് എന്തെന്ന് പറയുന്നത്? ആന്ത്രാക്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അടുത്തത് വളരെ സർവ്വസാധാരണമായി കണ്ടുവരുന്ന അസുഖമാണ് എന്തെന്ന് പറയുന്നത്? ന്യൂമോണിയ. സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ എന്ന് പറയുന്ന രോഗകാരി പരത്തുന്ന രോഗമാണെന്ത്? ന്യൂമോണിയ എന്ന് പറയുന്നത്. ഏത് ശരീരഭാഗത്തെയാണ് ബാധിക്കുന്നത്? ശ്വാസകോശത്തെയാണ്. നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു, ശ്വാസകോശത്തിലെ ആൽവിയോളകളെ ബാധിക്കുന്ന രോഗമാണ് ന്യൂമോണിയ എന്ന് പറയുന്നത്. രോഗകാരി സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയാണ്. അപ്പൊ ന്യൂമോണിയ ബാധിക്കുന്നത് മനുഷ്യ ശരീരത്തിലെ ശ്വാസകോശത്തെ ആണെന്ന് ഓർത്തു വെക്കണം. അടുത്തതിലോട്ട് പോകാമല്ലോ. വളരെ ലളിതമായിട്ടുള്ള കാര്യങ്ങളാണ്. തുടർച്ചയായിട്ട് വായിച്ച് പഠിച്ചാൽ മാത്രമേ ഇതെല്ലാം ഓർമ്മ നിൽക്കുകയുള്ളൂ. അടുത്തതിലോട്ട് പോകാം. ഓക്കെ, അടുത്ത രോഗമാണ് വില്ലൻ ചുമ, വൂഫിംഗ് കഫ് എന്നൊക്കെ പറയും. അപ്പൊ വൂഫിംഗ് കഫ് അഥവാ വില്ലൻ ചുമ ബാധിക്കുന്ന ശരീരഭാഗം ഏതാണ്? ശ്വാസകോശത്തെയാണ് വില്ലൻ ചുമ ബാധിക്കുന്നത്. പെർട്ടൂസിസ് എന്ന് പറയുന്ന രോഗം നോക്കിക്കേ, അഥവാ വില്ലൻ ചുമ ശ്വാസകോശത്തെ ബാധിക്കുന്നു. ടെറ്റനസ്, ക്ലോസ്ട്രീഡിയം ടെറ്റനി എന്ന് പറയുന്ന ബാക്ടീരിയ പരത്തുന്ന രോഗമാണ് ടെറ്റനസ് എന്ന് പറയുന്നത്. ടെറ്റനസിന് ഇഞ്ചക്ഷൻ എടുക്കുന്ന എവിടെയാണ്? പേശികളിലാണ്. ഓർത്തു വെച്ചാൽ മതി. അപ്പോൾ ടെറ്റനസ് ബാധിക്കുന്ന ശരീരഭാഗം എന്ന് പറയുന്നത് പേശികളാണ്. പലപ്പോഴായിട്ട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ ടെറ്റനസ് എന്ന് പറയുന്ന രോഗം എവിടെയാണ് ബാധിക്കുന്നത്? പേശികളിലാണ്. മനുഷ്യ ശരീരത്തിലെ വിവിധ പേശികളിൽ ബാധിക്കുന്ന രോഗമാണ് എന്തെന്ന് പറയുന്നത്? ടെറ്റനസ്. അടുത്ത രോഗം ഏതാണ്? ക്ഷയരോഗമാണ് അല്ലേ? ക്ഷയരോഗം ബാധിക്കുന്ന എവിടെയാണ്? ശ്വാസകോശത്തെയാണ്. ക്ഷയരോഗികൾ ചുമയ്ക്കുന്ന കേട്ട് കഴിഞ്ഞാൽ തിയേറ്ററിലെ DTS സ്പീക്കർ പോലെയാണ് അല്ലെ? അങ്ങനെ ശബ്ദമായിരിക്കും. അപ്പോ ക്ഷയരോഗം ബാധിക്കുന്നത് ശ്വാസകോശത്തെയാണ് എന്ന് ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ എയ്ഡ്സ് രോഗം ബാധിക്കുന്നത് HIV വൈറസ് രോഗമാണ്. എയ്ഡ്സ് രോഗം ബാധിക്കുന്നത് മനുഷ്യ ശരീരത്തിലെ ലിംഫോസൈറ്റുകളെയാണ്. പലപ്പോഴായിട്ട് PSC ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എയ്ഡ്സ് രോഗം ബാധിക്കുന്നത് മനുഷ്യ ശരീരത്തിൽ എവിടെയാണെന്ന് ചോദിച്ചാൽ മനുഷ്യ ശരീരത്തിലെ ലിംഫോസൈറ്റുകളെയാണ് എയ്ഡ്സ് രോഗം ബാധിക്കുന്നത്. രക്തകോശങ്ങളാണത്. അടുത്ത് നോക്കിയേ, പോളിയോ രോഗം ബാധിക്കുന്നത്. പോളിയോ ഒരു വൈറസ് രോഗമാണ് നമുക്കറിയാം. പോളിയോ രോഗം ബാധിക്കുന്നത് എവിടെയാണ്? നാഡീവ്യവസ്ഥകളാണ്. മനുഷ്യ ശരീരത്തിലെ നാഡീവ്യവസ്ഥകളെ ബാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വൈറസ് രോഗമാണ് പോളിയോ എന്ന് പറയുന്നത്. അടുത്ത നോക്കിയേ, പേവിഷബാധ.
പേവിഷബാധ ബാധിക്കുന്നതും മനുഷ്യ ശരീരത്തിലെ നാഡീ വ്യവസ്ഥയാണ് കേട്ടോ. ഓർത്തു വച്ചേക്കണേ. അപ്പൊ മനുഷ്യ ശരീരത്തിലെ നാഡീ വ്യവസ്ഥയാണ് പേവിഷബാധ അഥവാ റാബിസ് ബാധിക്കുന്നത്. അടുത്ത നോക്കാം പ്രധാനപ്പെട്ട കണ്ടുപിടുത്തങ്ങൾ. അപ്പം ജീവശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട് ബയോളജിയുമായിട്ട് ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ചില കണ്ടുപിടുത്തങ്ങളുണ്ട്. അത് PSC പരീക്ഷയ്ക്ക് തുടർച്ചയായിട്ട് ആവർത്തിച്ച് ചോദിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ബയോളജി പഠിക്കുന്ന സമയത്ത് ഇതും കൂടി ഓർത്തു വെച്ചിരിക്കണം, ഇതും കൂടി മനസ്സിലാക്കിയിരിക്കണം. പലപ്പോഴായിട്ട് PSC ചോദിച്ചിട്ടുണ്ട്. ഒരിക്കലും ഇത് നമുക്ക് എക്സ്ക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗമല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്നു പ്രധാനപ്പെട്ട കണ്ടുപിടുത്തങ്ങൾ. അപ്പോ മനുഷ്യ ശരീരത്തിലെ രക്തഗ്രൂപ്പിനെ കണ്ടെത്തിയത് ആരാണെന്ന് ചോദിച്ചാൽ കണ്ണും പൂട്ടി പറഞ്ഞോണം, കാൾ ലാൻഡ്സ്റ്റൈനർ ആണ്. അപ്പൊ രക്തഗ്രൂപ്പിനെ കണ്ടെത്തിയ വ്യക്തി കാൾ ലാൻഡ്സ്റ്റൈനർ ആണ്. RH ഫാക്ടർ കണ്ടെത്തിയത് ആരാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും കാൾ ലാൻഡ്സ്റ്റൈനർ. അപ്പോൾ കാൾ ലാൻഡ്സ്റ്റൈനർ 2 സാധനം കണ്ടെത്തിയിട്ടുണ്ട്. എന്തൊക്കെയാണ്? രക്തഗ്രൂപ്പിനെ കണ്ടെത്തിയത്, RH ഫാക്ടറിനെ കണ്ടെത്തിയത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ RH ഫാക്ടറിനെ കണ്ടെത്തിയ വ്യക്തി കാൾ ലാൻഡ്സ്റ്റൈനർ ആണ്. അതുപോലെ തന്നെയാണ് രക്തഗ്രൂപ്പുകളെ കണ്ടെത്തിയതും. ആര്? കാൾ ലാൻഡ്സ്റ്റൈനർ. അടുത്തത് നോക്കിക്കേ. അതുപോലെ അടുത്തതാണ് എന്തെന്ന് പറയുന്നത് ആന്റിസെപ്റ്റിക്. ആരാണ് ആന്റിസെപ്റ്റിക് കണ്ടെത്തുന്നത്? ജോസഫ് ലിസ്റ്റർ ആണ്. ആന്റിസെപ്റ്റിക് കണ്ടെത്തുന്നത് ജോസഫ് ലിസ്റ്റർ ആണ്. അടുത്ത നോക്കിയേ, കൃത്രിമ ജീനിനെ കണ്ടെത്തിയത് പലപ്പോഴായിട്ട് PSC പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. കൃത്രിമ ജീൻ കണ്ടെത്തിയത് ഇന്ത്യക്കാരനായിട്ടുള്ള ശാസ്ത്രജ്ഞനാണ്. ആര്? ഹർഗോവിന്ദ് ഖുരാന. ഇന്ത്യൻ വംശജനായിരുന്ന ശാസ്ത്രജ്ഞനാണ് ഹർഗോവിന്ദ് ഖുരാനയാണ് എന്ത് കണ്ടെത്തിയത്? കൃത്രിമ ജീനിനെ കണ്ടെത്തിയത്. അതുപോലെ തന്നെ DNA കണ്ടെത്തിയത്, DNA സ്ട്രക്ചർ കണ്ടെത്തിയത് വാട്സണും ക്രിക്കും. 2 പേരാണ് ഇത്, വാട്സൺ ക്രിക്ക്. അപ്പൊ ഈ 2 പേർ ചേർന്നിട്ടാണ് DNA കണ്ടെത്തിയത്. DNA ആ കോവണി, ആ സ്ട്രക്ചർ എന്ന് പറയുന്നത് കണ്ടെത്തിയത്, അല്ലെ DNA കണ്ടെത്തിയത് എന്ന് പറയുന്ന ആരാണ്? വാട്സണും ക്രിക്കുമാണ്. ഓക്കെ. അടുത്ത നോക്കിയ തെർമോമീറ്റർ കണ്ടുപിടിച്ചത് സാധാരണ തെർമോമീറ്റർ ആണ്, ഗലീലിയോ ഗലീലിയാണ്. നമ്മുടെ ഗലീലിയോയാണ് തെർമോമീറ്റർ കണ്ടുപിടിച്ചത്. ഗലീലിയോയുടെ വളരെ പ്രധാനപ്പെട്ട കണ്ടുപിടുത്തങ്ങളെല്ലാം നമ്മൾ ഫിസിക്സിന്റെ ഭാഗങ്ങളിൽ പഠിക്കുന്നുണ്ട്. നോക്കിയേ, തെർമോമീറ്റർ കണ്ടുപിടിച്ചതാണ് ഗലീലിയോ ആണ്. ഒരിക്കൽ കൂടി പറയുന്നു, RH ഫാക്ടർ അതുപോലെ തന്നെ രക്തഗ്രൂപ്പും കണ്ടെത്തിയത് കാൾ ലാൻഡ്സ്റ്റൈനർ ആണ്. അതുപോലെ ആന്റിസെപ്റ്റിക് കണ്ടെത്തിയത് ജോസഫ് ലിസ്റ്റർ. കൃത്രിമ ജീനിനെ കണ്ടെത്തിയത് ഹർഗോവിന്ദ് ഖുരാന. DNA കണ്ടെത്തിയതാരാണ്? വാട്സൺ ക്രിക്ക്. 2 പേരാണ്, വാട്സണും ക്രിക്കും ചേർന്നിട്ടാണ് DNA കണ്ടെത്തുന്നത്. തെർമോമീറ്റർ കണ്ടെത്തിയതാരാണ്? ഗലീലിയോ ഗലീലിയാണ്. അടുത്ത നോക്കിക്കേ. അതുപോലെ തന്നെ സാധാരണ തെർമോമീറ്ററിനെ പറ്റിയിട്ടാണ് നമ്മൾ പറഞ്ഞത്. ഗലീലിയോ കണ്ടുപിടിച്ചത് സാധാരണ തെർമോമീറ്റർ ആണ്. എന്നാൽ ക്ലിനിക്കൽ തെർമോമീറ്റർ, ആശുപത്രികളിൽ ഉപയോഗിക്കുന്ന തരത്തിലുള്ള തെർമോമീറ്റർ കണ്ടെത്തിയത് ആരാണ്? തോമസ് ആൽബർട്ട് ആണ്. ഒരു LD പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണിത്. ക്ലിനിക്കൽ തെർമോമീറ്റർ കണ്ടെത്തിയത് തോമസ് ആൽബർട്ട്. തെർമോമീറ്റർ കണ്ടെത്തിയത് ഗലീലിയോ ഗലീലി. മറന്നു പോകരുത്. ECG പണ്ട് ആദ്യകാലങ്ങളിൽ PSC സ്ഥിരം ചോദിച്ചിരുന്നതായിരുന്നു. ECG കണ്ടെത്തിയത് ആരാണ്? വില്യം ഐന്തോവൻ. ബേസിക് ആയിട്ടുള്ള സാധനമാണ്. ECG കണ്ടെത്തിയത് വില്യം ഐന്തോവൻ ആണെങ്കിൽ EEG കണ്ടെത്തിയത് ഇലക്ട്രോ എൻസെഫലോഗ്രാം ഹാൻസ് ബർജർ ആണ്. ECG എന്ന് പറഞ്ഞാൽ ഇലക്ട്രോ കാർഡിയോഗ്രാം, EEG എന്ന് പറഞ്ഞാൽ ഇലക്ട്രോ എൻസെഫലോഗ്രാം. EEG എവിടെയാണ് ഉപയോഗിക്കുന്നത്? മനുഷ്യ ശരീരത്തില് തലച്ചോറിന്റെ പ്രവർത്തനത്തെ പറ്റി പഠിക്കുവാനാണ് EEG ഉപയോഗിക്കുന്നത്. ECG ഉപയോഗിക്കുന്നതോ ഹൃദയത്തിന്റെ പ്രവർത്തനങ്ങളെ പറ്റി അറിയുവാൻ വേണ്ടിയിട്ടാണ്. രണ്ടും വ്യത്യാസമുണ്ട്. EEG കണ്ടെത്തിയതാരാണ്? ഹാൻസ് ബർജർ ആണ്. ECG കണ്ടെത്തിയതോ വില്യം ഐന്തോവനാണ്. അതുപോലെ തന്നെ അടുത്തത് CT സ്കാൻ കണ്ടുപിടിച്ചത് ഗോഡ്ഫ്രെ ഹൗൺസ്ഫീൽഡ്. മറന്നുപോലെ CT സ്കാൻ കണ്ടുപിടിച്ചതാണ് ഗോഡ്ഫ്രെ ഹൗൺസ്ഫീൽഡ്. മനസ്സിലാവുന്നുണ്ടോ? വളരെ പ്രധാനപ്പെട്ട ബയോളജിയുമായിട്ട് ബന്ധപ്പെട്ട കണ്ടുപിടുത്തങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അടുത്ത എന്താ നോക്കാം നമുക്ക്. സ്റ്റെതസ്കോപ്പ് പലപ്പോഴും PSC പണ്ട് ആവർത്തിച്ച് ചോദിച്ചിരുന്ന ചോദ്യമായിരുന്നു. സ്റ്റെതസ്കോപ്പ് കണ്ടെത്തിയത് റെനെ ലെനാക്ക്. മറന്നു പോകരുത്, സ്റ്റെതസ്കോപ്പ് കണ്ടുപിടിച്ചതാരാണ്? റെനെ ലെനാക്ക് ആണ്. അതുപോലെ തന്നെ DNA കണ്ടെത്തിയതാരാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു? വാട്സണും ക്രിക്കും ചേർന്നിട്ടാണ് DNA കണ്ടെത്തിയത്. എന്നാൽ DNA ഫിംഗർ പ്രിന്റിംഗ് കണ്ടെത്തിയത് അലക് ജഫ്രി. DNA ഫിംഗർ പ്രിന്റിംഗ് കണ്ടെത്തിയതാരാണ്? അലക് ജഫ്രി ആണ്. DNA കണ്ടെത്തിയത് വാട്സണും ക്രിക്കും ചേർന്നിട്ടായിരുന്നു. DNA ഫിംഗർ പ്രിന്റിംഗ് കണ്ടെത്തിയത് അലക് ജഫ്രി ആണ്.
HIV വൈറസിനെ കണ്ടെത്തിയത് ലൂക്ക് മൊണ്ടേഗ്നിയർ ആണ്. 1983 നമ്മൾ പഠിച്ചിരുന്നു. അപ്പൊ HIV ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസിനെ കണ്ടെത്തിയത് ലൂക്ക് മൊണ്ടേഗ്നിയർ ആണ് 1983. അടുത്ത നോക്കിയേ, രക്തപര്യന വ്യവസ്ഥ. ഇതും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. വില്യം ഹാർവേ ആണ് രക്തപര്യന വ്യവസ്ഥ കണ്ടുപിടിച്ചത്. രക്തപര്യന വ്യവസ്ഥ കണ്ടുപിടിച്ചതാരാണ്? വില്യം ഹാർവേ. അതുപോലെ തന്നെ ക്രസ്കോഗ്രാഫ് കണ്ടെത്തിയതാരാണ്? ജഗദീഷ് ചന്ദ്ര ബോസ്. ക്രസ്കോഗ്രാഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? സസ്യങ്ങളുടെ വളർച്ച അളക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ക്രസ്കോഗ്രാഫ് എന്ന് പറയുന്നത്. ഇത് കണ്ടെത്തിയതാരാണ്? ജഗദീഷ് ചന്ദ്രബോസ്. ഇന്ത്യൻ വംശജനാണെന്ന് ഓർത്തു വെച്ചേക്കണം. അടുത്തത്, കോശത്തെ കണ്ടെത്തിയത് റോബർട്ട് ഹുക്ക്. മറന്നു പോകരുത്, വളരെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമാണ്. കോശം കണ്ടെത്തിയത് റോബർട്ട് ഹുക്കാണ്. അതുപോലെ തന്നെ പോളിയോ വാക്സിൻ ജോണസ് സാൽക്ക്. മനസ്സിലാവുന്നുണ്ടോ? പോളിയോ വാക്സിൻ എടുത്തിട്ടുള്ളവരായിരിക്കും നമ്മളെല്ലാവരും. പോളിയോ വാക്സിൻ കണ്ടെത്തിയത് ജോണസ് സാൽക്കാണ്. അതേപോലെ തന്നെ ഓറൽ പോളിയോ വാക്സിൻ, തുള്ളി മരുന്നായിട്ട് വായിലിറ്റിച്ചു തരത്തില്ലേ, അത് കണ്ടെത്തിയത് ആരാണെന്നാ ചോദിച്ചേക്കുന്നത്? ആൽബർട്ട് സാബിൻ. മനസ്സിലാവുന്നോ? ഓറൽ പോളിയോ വാക്സിൻ കണ്ടെത്തിയതാരാണ്? ആൽബർട്ട് സാബിൻ ആണ്. അതുപോലെ തന്നെ റാബിസ് വാക്സിൻ കണ്ടുപിടിച്ചത് ലൂയി പാസ്റ്റർ. പാസ്ചറൈസേഷൻ പ്രോസസ് അറിയാമോ? പാസ്ചറൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് കണ്ടെത്തിയത് ലൂയി പാസ്റ്റർ ആണ്. അതുപോലെ തന്നെ റാബിസ് വാക്സിൻ കണ്ടുപിടിച്ചതും ആര് തന്നെയാണ്? ലൂയി പാസ്റ്റർ ആണ്. അതുപോലെ തന്നെ ഹരിതകം അഥവാ ക്ലോറോഫിൽ, സസ്യങ്ങളിൽ പച്ച നിറത്തിന് കാരണമായിട്ടുള്ളത്, ഹരിതവർണ്ണത്തിന് കാരണമായിട്ടുള്ളതാണ് ഹരിതകം എന്ന് പറയുന്ന വർണ്ണവസ്തു. ഇത് കണ്ടെത്തിയത് ആരാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയുന്നു പെൽബർട്ടിസ്. പെൽബർട്ടിസ് ആണ് ഹരിതകം കണ്ടെത്തിയത്. അപ്പോൾ സ്റ്റെതസ്കോപ്പ് കണ്ടുപിടിച്ചത് റെനെ ലെനാക്കാണ്. കോശം കണ്ടുപിടിച്ചത് റോബർട്ട് ഹുക്ക്. പോളിയോ വാക്സിൻ കണ്ടുപിടിച്ചത് ജോണസ് സാൽക്കാണ്. ഓറൽ പോളിയോ വാക്സിൻ, വായിലൂടെ ഇറ്റിച്ചു കൊടുക്കുന്ന തുള്ളിമരുന്ന് കണ്ടുപിടിച്ചത് ആൽബർട്ട് സാബിൻ. ഓറൽ പോളിയോ വാക്സിൻ കണ്ടെത്തിയത് ആൽബർട്ട് സാബിനാണ്. ഇനി റാബിസ് വാക്സിൻ, പേവിഷത്തിനെതിരെയുള്ള വാക്സിൻ കണ്ടെത്തിയത് ലൂയി പാസ്റ്റർ ആണ്. അതുപോലെ തന്നെ ഹരിതകത്തെ കണ്ടെത്തിയതാരാണ്? പെൽബർട്ടിസ്. അടുത്തത് എന്താണെന്ന് നോക്കാം. രോഗങ്ങൾ, അതുപോലെ തന്നെ അപരനാമങ്ങൾ. ചില രോഗങ്ങളുടെ അപരനാമങ്ങളൊക്കെ നമ്മൾ രോഗങ്ങളെ പറ്റി പഠിച്ച സമയത്ത്, രോഗകാരികളെ പറ്റി പഠിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ മറ്റു ചില രോഗങ്ങളും അവയുടെ അപരനാമങ്ങളുമാണ്. ഇതും കൂടി പഠിച്ചു വെച്ചേക്കണം. രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ക്ഷയമാണ്. നമ്മളത് പഠിച്ചിരുന്നു അല്ലെ? ട്യൂബർക്കുലോസിസ് അല്ലെങ്കിൽ ട്യൂബർക്കിൾ ബാസിലസ് എന്ന് പറയുന്ന ബാക്ടീരിയ പരത്തുന്ന രോഗമാണ് ക്ഷയം. അതിന്റെ അപരനാമം എന്താണ്? രോഗങ്ങളുടെ രാജാവ്. ഇത് പറഞ്ഞപ്പോൾ മറ്റൊരു സംഗതിയോട് പറഞ്ഞിരുന്നു, രാജകീയ രോഗം. രാജകീയ രോഗം എന്ന് വെച്ചാൽ ഹീമോഫീലിയ, രോഗങ്ങളുടെ രാജാവ് എന്ന് വെച്ചാൽ ആരാണ്? ക്ഷയമാണ്. ഇത് രണ്ടും തിരിഞ്ഞു പോകരുത്, ഓർത്ത് വെച്ചേക്കണം. രാജകീയ രോഗം ഹീമോഫീലിയ, രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ക്ഷയമാണ്. അടുത്ത നോക്കിക്കേ, ബ്രേക്ക് ബോൺ ഫീവർ, ഡെങ്കിപ്പനി. ഡെങ്കിപ്പനിയെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് എന്തെന്ന് പറയുന്നത്? ബ്രേക്ക് ബോൺ ഫീവർ. നിങ്ങൾ നോക്കുക, ഡെങ്കിപ്പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ അസ്ഥികൾക്കൊക്കെ ഭയങ്കര വേദനയായിരിക്കും, ജോയിൻസിനെല്ലാം ഭയങ്കര പെയിൻ ആയിരിക്കും, അസ്ഥികൾ നുറുങ്ങുന്നത് പോലെയുള്ള വേദനയായിരിക്കും. അപ്പോൾ ഡെങ്കിപ്പനിക്ക് വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ബ്രേക്ക് ബോൺ ഫീവർ. അസ്ഥികൾ ഒടിയുന്ന പനി എന്നർത്ഥം. മനസ്സിലാവുന്നുണ്ടോ? അതായത് അത്രത്തോളം വേദന ഉണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഡെങ്കിപ്പനിയെ വിളിക്കുന്നു ബ്രേക്ക് ബോൺ ഫീവർ. അടുത്തത് കില്ലർ ന്യൂമോണിയ എന്നറിയപ്പെടുന്ന രോഗമാണ് സാർസ്. കില്ലർ ന്യൂമോണിയ എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? സാർസ് ആണ്. കില്ലർ ന്യൂമോണിയ, സാർസ്. അടുത്ത നോക്കിയേ, ഹൈഡ്രോഫോബിയ. ഹൈഡ്രോ എന്ന് വെച്ചാൽ ജലം, ഫോബിയ എന്ന് വെച്ചാൽ പേടി, ജലത്തെ പേടിയുള്ള അവസ്ഥ. അതാണ് റാബിസ് അഥവാ പേവിഷ ബാധ. മനസ്സിലാവുന്നുണ്ടോ? ഹൈഡ്രോഫോബിയ എന്നറിയപ്പെടുന്ന രോഗമാണ് റാബിസ് രോഗം അല്ലെങ്കിൽ പേവിഷബാധ. റാബിസ് രോഗം, ഹൈഡ്രോഫോബിയ, ജലത്തെ പേടിയുണ്ട് എന്നറിയിക്കുന്നു. അതുപോലെ തന്നെ പറങ്കിപ്പുണ്ണ് എന്നറിയപ്പെടുന്ന രോഗമാണ് സിഫിലിസ്. പറങ്കിപ്പുണ്ണ് എന്താണ്? സിഫിലിസ് ആണ്. സിഫിലിസിനെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് പറങ്കിപ്പുണ്ണ്. അടുത്ത രോഗം ഏതാ നോക്കിയേ, ഡിഫ്തീരിയ. ഡിഫ്തീരിയ തൊണ്ടമുള്ള് എന്നറിയപ്പെടുന്നു, അല്ലെങ്കിൽ തൊണ്ടമുള്ള് എന്താണ്? ഡിഫ്തീരിയയാണ്. തൊണ്ടമുള്ള് എന്നറിയപ്പെടുന്നത് ഡിഫ്തീരിയയാണ്. അടുത്തത് നോക്കാം, ചതുപ്പ് രോഗം, മലമ്പനി. നമ്മൾ മലമ്പനിയെ പറ്റി പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചതുപ്പ് രോഗം എന്നറിയപ്പെടുന്നത് മലമ്പനിയാണ്. ഇതിന് മറ്റൊരു പേര് കൂടിയുണ്ട്, ബ്ലാക്ക് വാട്ടർ ഫീവർ. അപ്പോ
ചതുപ്പ് രോഗത്തിന്റെ മറ്റൊരു പേരാണ് എന്തെന്ന് പറയുന്നത് മലമ്പനി അഥവാ ബ്ലാക്ക് വാട്ടർ ഫീവർ, അല്ലെങ്കിൽ മലമ്പനിയുടെ മറ്റൊരു പേരാണ് ബ്ലാക്ക് വാട്ടർ ഫീവർ അല്ലെങ്കിൽ ചതുപ്പ് രോഗം. ഇനി നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗമാണ് സ്കർവി. നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? സ്കർവി. സ്കർവിയുടെ മറ്റൊരു പേര് നാവികരുടെ പ്ലേഗ്. വിഷൂജിക അല്ലെങ്കിൽ ബ്ലൂ ഡെത്ത് എന്നറിയപ്പെടുന്ന രോഗമാണ് കോളറ. പഠിച്ചു വെച്ചോണേ. വിഷൂജിക അല്ലെങ്കിൽ ബ്ലൂ ഡെത്ത് എന്നറിയപ്പെടുന്ന രോഗമാണ് കോളറ. അടുത്തത് കറുത്ത മരണം എന്നറിയപ്പെടുന്ന രോഗമാണ് പ്ലേഗ് എന്ന് പറയും. കറുത്ത മരണം അഥവാ ബ്ലാക്ക് ഡെത്ത് എന്നറിയപ്പെടുന്ന രോഗമാണ് പ്ലേഗ് എന്ന് പറയുന്നത്. ഹാൻസൺസ് രോഗം എന്നറിയപ്പെടുന്നത് എന്താണ്? കുഷ്ഠമാണ്. കുഷ്ഠത്തെ അറിയപ്പെടുന്നത് ഹാൻസൺസ് രോഗം എന്നാണ്, അല്ലെങ്കിൽ ഹാൻസൺസ് രോഗം എന്നറിയപ്പെടുന്നത് എന്താണ്? കുഷ്ഠം എന്നർത്ഥം. അതുപോലെ തന്നെ കർഷകരുടെ രോഗം എന്നറിയപ്പെടുന്നത് എലിപ്പനിയാണ്. കർഷകരുടെ രോഗം എലിപ്പനി. അടുത്ത നോക്കാം. വീൽസ് രോഗം അഥവാ 7 ഡേ ഫീവർ എന്നറിയപ്പെടുന്നത് എലിപ്പനിയാണ്. നോക്കിക്കോ, വീൽസ് രോഗം അഥവാ 7 ഡേ ഫീവർ എന്നറിയപ്പെടുന്നത് എന്താണ്? എലിപ്പനിയാണ്. അടുത്തത് പെർട്ടൂസിസ് അഥവാ വൂക്കിംഗ് കഫ് എന്നറിയപ്പെടുന്നത് വില്ലൻ ചുമ. നമ്മൾ 2-3 പ്രാവശ്യം ഇപ്പോൾ തന്നെ ഇത് ആവർത്തിച്ചു കഴിഞ്ഞു. പെർട്ടൂസിസ് അഥവാ വൂഫിംഗ് കഫ് എന്നറിയപ്പെടുന്നത് വില്ലൻ ചുമയാണ്. പെർട്ടൂസിസ് അല്ലെങ്കിൽ വൂഫിംഗ് കഫ് എന്നറിയപ്പെടുന്ന രോഗമാണ് വില്ലൻ ചുമ. ലോക്ക് ജോ ഡിസീസ് എന്നറിയപ്പെടുന്നത് ടെറ്റനസ് ആണ്. ലോക്ക് ജോ ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗമാണ് ടെറ്റനസ്. ലോക്ക് ജോ ഡിസീസ് ടെറ്റനസ് ആണ്. വൈറ്റ് പ്ലേഗ് എന്നറിയപ്പെടുന്നതാണ് ക്ഷയം. വൈറ്റ് പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗമാണ് ക്ഷയം. ഇപ്പൊ ക്ഷയരോഗത്തെ അറിയപ്പെടുന്നത് വൈറ്റ് പ്ലേഗ് എന്നാണ്. മാർജാര നൃത്തം എന്നറിയപ്പെടുന്ന രോഗമാണ് മീനാമാത. മാർജാര നൃത്തം, മീനാമാത എന്ന് പറയുന്ന രോഗത്തിന് കാരണമായിട്ടുള്ളത് എന്താണെന്ന് അറിയാമോ? മെർക്കുറിയാണ്. അപ്പോൾ മാർജാര നൃത്തം എന്നറിയപ്പെടുന്ന രോഗം മീനമാതയാണ്, അല്ലെങ്കിൽ മെർക്കുറിയാണ് മാർജാര നൃത്ത രോഗം അല്ലെങ്കിൽ മീനമാതയ്ക്ക് കാരണമായിട്ടുള്ള രാസവസ്തു എന്ന് ഓർത്തു വെക്കുക. നിശബ്ദനായ കാഴ്ച അപഹാരി എന്നറിയപ്പെടുന്ന രോഗമാണ് ഗ്ലൂക്കോമ. നിശബ്ദനായ കാഴ്ച അപഹാരി. നിങ്ങളുടെ കണ്ണിൽ പ്രഷർ കൂടുന്നുണ്ട് എങ്കിൽ അതിനർത്ഥം നിങ്ങൾക്ക് ഗ്ലോക്കോമ സിംറ്റമാറ്റിക് ആണ് എന്നുള്ളതാണ്, അല്ലെങ്കിൽ കാഴ്ച കുറയുവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നിശബ്ദനായ കാഴ്ചശക്തി അപഹാരി എന്ന് പറയുന്നത് ഗ്ലോക്കോമയാണ്. കാഴ്ചയെ നിശബ്ദമായിട്ട് അപഹരിച്ചു കൊണ്ടുപോകുന്നു. കണ്ണിലെ പ്രഷർ കയറും, നമ്മൾ അറിയത്തത് പോലുമില്ല. ബോഡിയിലൊന്നും ചിലപ്പോൾ പ്രഷർ കാണത്തില്ല, കണ്ണിൽ പ്രഷർ കൂടുന്നു, കാഴ്ചശക്തി നഷ്ടപ്പെട്ടു പോകുന്നു. നിശബ്ദനായ കാഴ്ച അപഹാരി എന്നറിയപ്പെടുന്ന രോഗമാണ് ഗ്ലോക്കോമ. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട സാംക്രമിക രോഗങ്ങളെ പറ്റിയിട്ടും രോഗകാരികളെ പറ്റിയും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. രോഗകാരികൾ ഏതൊക്കെയാണ് രോഗങ്ങൾ, ഏതൊക്കെ ശരീരഭാഗങ്ങളിലാണ് ഈ രോഗങ്ങൾ ബാധിക്കുന്നത് എന്നെല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞു. രോഗങ്ങളുടെ അപരനാമങ്ങൾ എന്താണെന്ന് പറഞ്ഞു. പ്രധാനപ്പെട്ട കണ്ടുപിടുത്തങ്ങളെ പറ്റിയും പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ തന്നെ അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട വിറ്റാമിനുകൾ അഥവാ ജീവകങ്ങൾ, അവയുടെ കുറവ് മൂലം എന്തൊക്കെ രോഗങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത് എന്നൊക്കെയുള്ളതാണ് അടുത്തതായിട്ട് നമുക്ക് പഠിക്കാൻ പോകുന്നത്. നമുക്കറിയാം പ്രധാനപ്പെട്ട ജീവകങ്ങൾ ഏതൊക്കെയാണ്. വൈറ്റമിൻ എ, ബി, സി, ഡി, ഇ, കെ. ഈ 6 വൈറ്റമിൻസ് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇവയെ പറ്റിയിട്ടാണ് അടുത്തതായി നമുക്ക് പഠിക്കാൻ പോകുന്നത്. എന്താ നോക്കിയേ. ജീവകങ്ങൾ, പച്ചക്കറികളിൽ നിന്ന് ലഭ്യമാകുന്ന പോഷക ഘടകങ്ങളാണ് ജീവകങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ജീവകങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്? പച്ചക്കറികളിൽ നിന്നും ലഭ്യമാകുന്ന പോഷക ഘടകങ്ങൾ. എന്നാൽ എല്ലാ ജീവകങ്ങളും പച്ചക്കറികളിൽ നിന്ന് കിട്ടുന്നുണ്ടോ? പച്ചക്കറികളിൽ നിന്ന് കിട്ടാത്ത ജീവകങ്ങളും ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ പ്രധാനമായിട്ടും ജീവകങ്ങളുടെ സോഴ്സ് എന്ന് പറയുന്നത് പച്ചക്കറികളാണ്. അടുത്ത പോയിന്റ് നോക്കിക്കേ. ജീവകങ്ങളെ കണ്ടെത്തിയതാരാണ്? ഫ്രെഡറിക് ഹോഫ്കിൻ. ഓർത്തു വെച്ചേക്കണേ ഈ പോയിന്റ്. ജീവകങ്ങളെ കണ്ടെത്തിയത് ഫ്രെഡറിക് ഹോഫ്കിൻ ആണ്. പക്ഷേ ജീവകങ്ങൾക്ക് യഥാക്രമം പേര് നൽകിയ വ്യക്തിയുടെ പേരെന്താണെന്ന് അറിയാമോ? കസിമർ ഫങ്ക് എന്നാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ജീവകങ്ങൾക്ക് പേര് നൽകിയത് കസിമർ ഫങ്ക് ആണ്. ഓർത്തു വെച്ചേക്കണം. 2 കാര്യങ്ങൾ ഓർത്തു വെച്ചേക്കണം. അപ്പോൾ ജീവകങ്ങളെ കണ്ടെത്തിയതാരാണെന്നും ജീവകങ്ങൾക്ക് പേര് നൽകിയതാരാണെന്നും ഓർത്തു വെച്ചേക്കണം. ജീവകങ്ങളെ കണ്ടെത്തിയതാരാണ്? ഫ്രെഡറിക് ഹോഫ്കിൻ ആണെങ്കിൽ ജീവകങ്ങൾക്ക് പേര് നൽകിയത് കസിമർ ഫങ്ക് ആണ്. ജീവകങ്ങളെ പ്രധാനമായിട്ടും 2ആയിട്ട് തിരിച്ചിരിക്കുന്നു. ഏതൊക്കെയാണെന്ന് അറിയാമോ? ജലത്തിൽ ലയിക്കുന്നവയെന്നും കൊഴുപ്പിൽ ലയിക്കുന്നവയെന്നും.
അപ്പോൾ ജീവകങ്ങളെ രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു. ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയാമോ? ബിയും സിയും. അതുപോലെ തന്നെ കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങളുണ്ട്. ഏതൊക്കെയാണെന്ന് അറിയാമോ? എ, ഡി, ഇ, കെ. പഠിച്ചു വെക്കാൻ വളരെ ഈസി ആയിട്ട് അടക്കെന്ന് പഠിക്കുക. അടക്ക്, എ, ഡി, ഇ, കെ. അടക്ക് അല്ലെങ്കിൽ അടയ്ക്കാന്ന് പഠിക്കുക. അടയ്ക്കയ്ക്ക് കൊഴുപ്പ്. മനസ്സിലാവുന്നോ? അപ്പൊ കോഡായിട്ട് പഠിക്കുന്നവരുണ്ട്. ചിലരൊക്കെ അങ്ങനെയാണ് പഠിക്കുന്നത്. എന്തെങ്കിലും ടിപ്പ് പറഞ്ഞു കൊടുത്താലേ അത് അങ്ങനെ തന്നെ ഞാൻ മനസ്സിൽ വെച്ചേക്കും. അങ്ങനെ ടിപ്പ് ഓർത്ത് വെച്ച് പഠിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ അടയ്ക്കയ്ക്ക് കൊഴുപ്പ്, അടയ്ക്കയ്ക്ക് കൊഴുപ്പ്, കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങൾ എ, ഡി, ഇ, കെ. മനസ്സിലായോ? കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങളാണ് എ, ഡി, ഇ, കെ. അടയ്ക്കയ്ക്ക് കൊഴുപ്പ്. അപ്പൊ ജീവകങ്ങളെ രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു. ജലത്തിൽ ലയിക്കുന്നവയെന്നും കൊഴുപ്പിൽ ലയിക്കുന്നവയെന്നും. ജലത്തിൽ ലയിക്കുന്ന ജീവങ്ങൾ ഏതൊക്കെയാണ്? ബിയും സിയും. കൊഴുപ്പിൽ ലയിക്കുന്ന ജീവങ്ങളോ അടക്കെന്ന് പറയും. അടയ്ക്കയ്ക്ക് കൊഴുപ്പെന്ന് ഓർത്ത് വെച്ചോണം. എ, ഡി, ഇ, കെ. അടക്ക്, കൊഴുപ്പ്. അടുത്തത് നോക്കാം. ആദ്യത്തെ ജീവകത്തെ പറ്റി നമ്മൾ പറയാൻ പോവുകയാണ്. വൈറ്റമിൻ എ. പരീക്ഷയിൽ സ്ഥിരമായിട്ട് ഇതിനെ പറ്റിയിട്ടൊക്കെ ചോദ്യങ്ങൾ ഉണ്ടാകുന്നതാണ്. ജീവകം എ മനുഷ്യ ശരീരത്തിലെ സ്വാഭാവികമായിട്ടും കാണപ്പെടുന്ന, പ്രകൃതിയാ കാണപ്പെടുന്ന ജീവകമാണ് എന്തെന്ന് പറയുന്നത്? ജീവകം എ എന്ന് പറയുന്നത്. അപ്പൊ മനുഷ്യ ശരീരത്തിലെ വളരെ സ്വാഭാവികമായിട്ട് കാണുന്ന, പ്രകൃതിയാ കാണപ്പെടുന്ന ജീവകമാണ് ജീവകം എ. ഈ ജീവകത്തിന്റെ എല്ലാം പ്രത്യേകത നമ്മൾ പഠിച്ചു വെച്ചേക്കണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇത് മറന്നു പോരുത്. അപ്പൊ പ്രകൃതിയാ ജീവകം കാണപ്പെടുന്നു, മനുഷ്യ ശരീരത്തിൽ സ്വാഭാവികമായിട്ടും കാണപ്പെടുന്നു. അതേതെന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ എഴുതാൻ സാധിക്കണം. ജീവകം എ ആണ്. അടുത്ത് നോക്കിയേ, ജീവകം എയുടെ ശാസ്ത്രീയ നാമം എന്നറിയപ്പെടുന്നത് റെറ്റിനോൾ എന്നാണ്. ജീവകം എയുടെ ശാസ്ത്രീയ നാമം റെറ്റിനോൾ. എ ആണെന്നുണ്ടെങ്കിൽ ആറായിരിക്കും. ഓർത്ത് നോക്കാൻ, എ ആർ റഹ്മാൻ എന്നങ്ങ് പഠിക്കാം. എ ആർ റഹ്മാൻ. ആറിന് റഹ്മാന് പകരം റെറ്റിനോൾ എന്നാക്കുക. എ റെറ്റിനോൾ എന്നങ്ങ് പഠിക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഇതേ ഉള്ളൂ. കാണാപ്പാട് പഠിക്കാൻ നിങ്ങളുടേതായിട്ടുള്ള ടെക്നിക്ക് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഷെയർ ചെയ്യാം. നമ്മൾ പറഞ്ഞു തരുന്നതാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ എ ആണെങ്കിൽ ആറായിരിക്കും. എ ആർ റഹ്മാൻ, എ റെറ്റിനോൾ. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെ എന്തെങ്കിലുമായിട്ട് കോറിലേറ്റ് ചെയ്ത് കണക്ട് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കണം. അടുത്ത നോക്കിക്കേ, പ്രോവൈറ്റമിൻ എ എന്നറിയപ്പെടുന്നത് കരോട്ടിനാണ്. കരോട്ടിൻ ഒരു വർണ്ണവസ്തുവാണ്. ഓറഞ്ചിന് ആ നിറം നൽകുന്നത് എന്താണ്? ക്യാരറ്റിന് നിറം നൽകുന്നത്, ഓറഞ്ചിനൊക്കെ നിറം നൽകുന്നത് കരോട്ടിൻ എന്ന് പറയുന്ന വർണ്ണവസ്തുവാണ്. അതിൽ കാണപ്പെടുന്ന ജീവകമാണെന്ന് പറയുന്നത് വൈറ്റമിൻ എ എന്ന് പറയുന്നത്. അപ്പോ പ്രോവൈറ്റമിൻ എ കാണപ്പെടുന്നത് എവിടെയാണ്? അല്ലെങ്കിൽ എന്നറിയപ്പെടുന്നത് എന്താണ്? കരോട്ടിനാണ്. കരോട്ടിനിൽ അടങ്ങിയിരിക്കുന്ന ജീവകം ഏതാണ്? എ ആണ്. പ്രോവൈറ്റമിൻ എ എന്നറിയപ്പെടുന്ന കരോട്ടിനാണ്. കരോട്ടിനിൽ അടങ്ങിയിരിക്കുന്ന ജീവകം എ ആണ്. ക്യാരറ്റിനും ഓറഞ്ചിനും ഒക്കെ ചുവന്ന നിറം നൽകുന്നത് എ ആണെന്ന് ഓർത്തു വെച്ചേക്കാം. അടുത്ത പോയിന്റ് നോക്കാം. അപ്പോ ജീവകം എയുടെ കുറവ് കൊണ്ട് രണ്ട് രോഗങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഒന്ന് നിശാന്തത എന്നുള്ളതും, രണ്ട് സിറോഫ്താൽമിയ എന്നുള്ളതും. നോക്കിക്കേ, നിശാന്തത, സിറോഫ്താൽമിയ എന്നിവയാണ് ജീവകം എയുടെ അപര്യാപ്തത രോഗങ്ങൾ. ശരീരത്തിലെ വൈറ്റമിൻ എ കുറയുന്നത് കൊണ്ടുണ്ടാകുന്ന രണ്ട് രോഗങ്ങളുണ്ട്. ഒന്ന് നിശാന്തതയും അടുത്തത് സിറോഫ്താൽമിയയും. എന്താണ് നിശാന്തത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രാത്രികാലങ്ങളിൽ കണ്ണിന് കാഴ്ച നഷ്ടപ്പെടുന്ന അവസ്ഥ, അല്ലെങ്കിൽ മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച കുറയുന്ന അവസ്ഥയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നിശാന്തത എന്ന് പറയുന്നത്. ഇനി സിറോഫ്താൽമിയോ, കണ്ണ് ഈർപ്പരഹിതമായി വരണ്ടുണങ്ങുന്ന അവസ്ഥയാണ് സിറോഫ്താൽമിയ എന്ന് പറയുന്നത്. നിശാന്തത രാത്രിയിൽ കണ്ണിന് കാഴ്ച കുറയുന്ന അവസ്ഥ, കണ്ണ് ഈർപ്പരഹിതമായി വരണ്ടുണങ്ങുന്ന അവസ്ഥയാണ് സിറോഫ്താൽമിയ എന്ന് പറയുന്നത്. ഇത് രണ്ടും എന്തിന്റെ അപര്യാപ്തത രോഗമാണ്? വൈറ്റമിൻ എയുടെ അപര്യാപ്തത രോഗമാണ്. മനസ്സിലാവുന്നുണ്ടോ? ഓർത്തു വെച്ചേക്കണേ. അടുത്തത് നോക്കാം. രാത്രികാലങ്ങളിൽ കാഴ്ച കുറയുന്ന അവസ്ഥയാണ് നിശാന്തത. ജീവകം എ സംഭരിക്കുന്നത് കരളിലാണ്. ഓർത്തു വെച്ചോണേ. അപ്പൊ ജീവകം എ സംഭരിക്കപ്പെടുന്നത് കരളിലാണ്, ശേഖരിച്ചു വെക്കുന്നത്. കരള് നല്ലതാണെന്ന് പറയത്തില്ലേ? ജീവകം എ ഇരിക്കുന്ന എവിടെയാണ്? കരളിലാണ്. അപ്പൊ എന്റെ കരളെ എന്ന് പഠിക്കുക. നോക്കിക്കേ, എന്റെ കരളേ.
എന്റെ കരളെ. ജീവകം എ സംഭരിക്കുന്നത്, ജീവകമേ സംഭരിച്ചു വെക്കുന്നത് കരളിലാണ്. എന്റെ കരളെ, എന്റെ കരളെ എന്നങ്ങ് ഓർത്തു വെക്കുക. അടുത്തത് നോക്കിക്കേ, കണ്ണ് വരണ്ടുണങ്ങി ഈർപ്പരഹിതമാകുന്ന അവസ്ഥ സിറോഫ്താൽമിയ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അടുത്തത് നോക്കിയേ, മാർഗരറ്റ് ഡേവിസ്, എൽമർ മക്കുലം എന്നിവരാണ് ജീവകം എ കണ്ടെത്തിയത്. അപ്പൊ ജീവകം എ കണ്ടെത്തിയ 2 ആൾക്കാരുണ്ട്, മാർഗരറ്റ് ഡേവിസും എൽമർ മക്കുലം. നോക്കിയേ, കണ്ണിന്റെ പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള ജീവകമാണ് എന്തെന്ന് പറയുന്നത്, ജീവകം എ. ജീവകം എ സംഭരിക്കപ്പെടുന്നത് കരളിലാണ്. ജീവകം എയുടെ 2 അപര്യാപ്തത രോഗങ്ങളാണ്. ഏതൊക്കെ? നിശാന്തതയും സിറോഫ്താൽമിയയും. കണ്ണിന്റെ പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള ജീവകമാണ് ജീവകം എ. ഓർത്തു വെച്ചേക്കണം, കരളിൽ സംഭരിച്ചിരിക്കുന്നു. ഓക്കെ ആണല്ലോ. അടുത്ത പോയിന്റിലേക്ക് പോവാം. പ്രധാനപ്പെട്ട അപര്യാപ്ത രോഗങ്ങള്. ജീവകം A1ന്റെ കുറവ് കൊണ്ട് മാലക്കണ്ണുണ്ടാകുന്നു അല്ലെങ്കിൽ നിശാന്തത ഉണ്ടാകുന്നു. അടുത്ത പോയിന്റ് കിട്ടിയോ? അപ്പൊ നിശാന്തതയുടെ മറ്റൊരു പേരാണ് മാലക്കണ്ണ്. മാലക്കണ്ണ് എന്ന് വെച്ചാൽ രാത്രിയിൽ കണ്ണിന് കാഴ്ച കുറയുന്ന അവസ്ഥ. ജീവകം A1ന്റെ അപര്യാപ്തത കൊണ്ടുണ്ടാകുന്നതാണ് നിശാന്തത അഥവാ മാലക്കണ്ണെന്ന് പറയുന്നത്. അടുത്തത് ജീവകം A2ന്റെ അവസ്ഥ കൊണ്ടുണ്ടാകുന്നത്, കുറവ് കൊണ്ടുണ്ടാകുന്ന രോഗമാണ് സിറോഫ്താൽമിയ. ജീവകം A2ന്റെ അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന രോഗമാണ് സിറോഫ്താൽമിയ എന്ന് പറയുന്നത്. സിറോഫ്താൽമിയ എന്താണെന്ന് പറഞ്ഞു, കണ്ണ് ഈർപ്പരഹിതമായി വരണ്ടുണങ്ങുന്ന അവസ്ഥ. അടുത്തത് നോക്കാം. അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു ജീവകമാണ് ജീവകം ബി എന്ന് പറയുന്നു. പഠിക്കാൻ കുറച്ചുണ്ട്, ജീവകം ബിയുടെ കുറച്ച് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. അപ്പൊ അത് ഇത്രയും കൃത്യമായിട്ട് മനസ്സിലാക്കുക, കാണാപ്പാടം തന്നെ പഠിച്ചു വെച്ചേക്കുക, വേറെ ഓപ്ഷനുകളൊന്നുമില്ല. നോക്കിയേ, ധാന്യകങ്ങൾ, പ്രോട്ടീൻ എന്നിവ ശരീരത്തിൽ പ്രയോജനപ്പെടുത്തുവാൻ സഹായിക്കുന്ന ജീവകങ്ങളാണ് ജീവകം ബി. അപ്പോ നിങ്ങൾ കഴിക്കുന്ന ആഹാരത്തിലെ പ്രധാനപ്പെട്ട ധാന്യകങ്ങളും പ്രോട്ടീനുകളും ശരീരത്തിൽ പ്രയോജനപ്പെടണമെങ്കിൽ എന്ത് വേണം? ജീവകം ബി ശരീരത്തിൽ ഉണ്ടായിരിക്കണം. നിങ്ങളുടെ ശരീരത്തിൽ ജീവകം ബി ഇല്ലെന്നിരിക്കെ നിങ്ങൾ കഴിക്കുന്ന ആഹാരത്തിലെ കാർബോഹൈഡ്രേറ്റുകളും പ്രോട്ടീനുകളും ശരീരത്തിൽ പ്രയോജനപ്പെടില്ല. മനസ്സിലാവുന്നുണ്ടോ? ധാന്യകങ്ങളും പ്രോട്ടീനും ശരീരത്തിൽ പ്രയോജനപ്പെടണമെങ്കിൽ എന്തു വേണം? ജീവകം ബി ശരീരത്തിൽ വേണം. ജീവകം ബി ഇല്ല എന്നുണ്ടെങ്കിൽ പ്രോട്ടീനും അതേപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ് ഒന്നും ശരീരത്തിൽ പ്രയോജനപ്പെടുത്തുവാൻ ശരീരത്തിന് സാധിക്കില്ല. അപ്പോ ജീവകം ബിയെ പറ്റി നമ്മൾ പഠിക്കുന്നു. ധാന്യകങ്ങൾ, പ്രോട്ടീൻ എന്നിവ ശരീരത്തിൽ പ്രയോജനപ്പെടുത്തുവാൻ സഹായിക്കുന്ന വിറ്റാമിനുകളെയാണ് ജീവകം ബി എന്ന് പറയുന്നത്. ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണം, ത്വക്കിന്റെ ആരോഗ്യം എന്നിവയ്ക്ക് ആവശ്യമായിട്ടുള്ള ജീവകമാണ് ജീവകം ബി. അപ്പൊ ജീവകം ബിയുടെ പ്രധാനപ്പെട്ട 2 ധർമ്മങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ആദ്യത്തേതെന്ന് പറയുന്നത് ശരീരത്തിലെ ധാന്യകങ്ങളെയും പ്രോട്ടീനുകളെയും പ്രയോജനപ്പെടുത്തുവാൻ സഹായിക്കുന്നു. രണ്ടാമത്തെ എന്താണ്? ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണം, ത്വക്കിന്റെ ആരോഗ്യം എന്നിവയെ പ്രയോജനപ്പെടുന്ന അല്ലെങ്കിൽ എന്നിവയ്ക്ക് സഹായിക്കുന്ന ജീവകമാണ് ജീവകം ബി എന്ന് പറയുന്നത്. അടുത്ത് നോക്കിയേ, വൈറ്റമിൻ ബിയുടെ അഭാവം മൂലം വായ്പുണ്ണ് രോഗം ഉണ്ടാകുന്നു. സ്ഥിരമായിട്ട് നമുക്ക് ഉണ്ടാകുന്നതാണ് ചൂടുകാലത്ത്, വായ്ക്കകം പൊട്ടുന്നത്. അപ്പോ വൈറ്റമിൻ ബിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണ് വായ്പുണ്ണ്. ശരീരത്തിൽ വൈറ്റമിൻ ബി കുറവാണെന്നുണ്ടെങ്കിൽ ആദ്യം തരുന്ന സിംറ്റമാണ് വായ്പുണ്ണെന്ന് ഓർത്തോണം. പ്രധാനപ്പെട്ട 2 ഫംഗ്ഷനാണ് വൈറ്റമിൻ ബിക്കുള്ളത്. എന്തൊക്കെയാണ്? ധാന്യകത്തെയും പ്രോട്ടീനെയും ശരീരത്തിൽ പ്രയോജനപ്പെടുത്താൻ സഹായിക്കുന്നു. ത്വക്കിന്റെ ആരോഗ്യം, ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണം. ഇതിന്റെ 2നെയും ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ജീവകം ബി ശരീരത്തിൽ ഉള്ളത്. അടുത്ത് നോക്കിയേ, ബിയെ പലതായിട്ട് തിരിച്ചിട്ടുണ്ട്. B1 ഉണ്ട്, B2 ഉണ്ട്, B3 ഉണ്ട്, B5 ഉണ്ട്, B6 ഉണ്ട്, B7 ഉണ്ട്, B9 ഉണ്ട്, B12 ഉണ്ട്. ഇതെല്ലാം നമ്മൾ പഠിച്ചേ പറ്റൂ. ആദ്യമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നു B1. B1ന്റെ ശരിക്കുള്ള പേരെന്ന് പറഞ്ഞാൽ തയാമിനാണ്. ഓർത്ത് വെച്ചോണേ, B1 എന്ന് പറഞ്ഞാൽ തയാമിനാണ്. B1 തയാമിൻ. അരിയുടെ തവിടിൽ നിന്ന് ലഭിക്കുന്ന ജീവകമാണ് B1 എന്ന് പറയുന്നത്. B1ന്റെ പേര് തയാമിൻ. നോക്കിയേ, തവിടിൽ നിന്ന് തയാമിൻ. തയാമിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? B1 ആണ്. അപ്പോ തവിടിൽ നിന്ന് ലഭിക്കുന്ന ജീവകമാണ് തയാമിൻ. തയാമിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? B1 ആണ്. തവിടിൽ നിന്ന് തയാമിൻ. തയാമിൻ എന്ന് പറഞ്ഞാൽ B1 ആണ്. അടുത്ത നോക്കിയേ, ജീവകം B1ന്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമാണ് ബെറി ബെറി അഥവാ ഐക്കാണ്ട് ഡിസീസ്.
അപ്പോ ജീവകം B1 കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഐക്കാൺ ഡിസീസ് അഥവാ ബെറിബെറി സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു പോയിന്റ് ആണ്. അപ്പോ B1 തവിടിൽ നിന്ന് ലഭിക്കുന്നു. തയാമിൻ ആണ് യഥാർത്ഥ പേരെന്ന് പറയുന്നത്. ബെറിബെറി രോഗമാണ് അതിന്റെ അപര്യാപ്തത. അടുത്തത് B2 നോക്കിക്കേ. B2 എന്ന് പറഞ്ഞാൽ റൈബോഫ്ലാവിൻ എന്നാണ് B2വിന്റെ യഥാർത്ഥ നാമം. ജീവകം B2വിന്റെ യഥാർത്ഥ നാമം എന്താണ്? റൈബോഫ്ലാവിൻ. നോക്കിക്കോ, പാലിന് ഇളം മഞ്ഞ നിറം നൽകുന്ന ജീവകം ഏതാന്ന് ചോദിച്ചാൽ B2 എന്ന് പറയും. പാലിന് ഇളം മഞ്ഞ നിറം നൽകുന്ന ജീവകം ഏതാണ്? B2. പാലിന് ഇളം മഞ്ഞ നിറം നൽകുന്നു B2. സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ നശിച്ചു പോകുന്ന ജീവകമാണ് B2. സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ നശിച്ചു പോകുന്ന ജീവകം B2. രണ്ട് ജീവകത്തെ പറ്റി പഠിച്ചു, B1ഉം B2. B1 തയാമിൻ, B2 റൈബോഫ്ലാവിൻ. ജീവകം B1 കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ബെറിബെറി എന്ന് പറയുന്നത്. ജീവകം B2ലേക്ക് വന്നാൽ പാലിന് ഇളം മഞ്ഞ നിറം നൽകുന്നു, സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തില് നശിച്ചു പോകുന്നു. അടുത്ത നോക്കിയേ, B3യുടെ ശരിക്കുള്ള പേരാണ് നിയാസിൻ. ജീവകം B3യുടെ ശരിക്കുള്ള പേരാണെന്ന് പറയുന്നത് നിയാസിൻ എന്ന് പറയുന്നത്. B3യുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് പെല്ലാഗ്ര. B3യുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് പെല്ലാഗ്ര. അപ്പോ ജീവകം B3യുടെ ശരിക്കുള്ള പേര് നിയാസിൻ എന്നാണ്. നിയാസിന്റെ പല്ലെന്നങ്ങ് പഠിച്ചേക്കണം. പല്ലെന്ന് വെച്ചാൽ പെല്ലഗ്ര എന്നാണ്. പല്ല് പെല്ലാഗ്ര. പല്ല് പെല്ലാഗ്ര എന്ന് ഓർത്ത് വെച്ചേക്കാം. നിയാസിന്റെ പെല്ല്. ജീവകം B3യുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് പെല്ലാഗ്ര. ഇനി എന്താണ് പെല്ലാഗ്ര? പെല്ലാഗ്ര എന്ന് വെച്ചാല് സൂര്യപ്രകാശം ഏൽക്കുന്ന ഭാഗത്തെ ത്വക്ക് ചുവന്ന് തടിക്കുന്നു, ചൊറിച്ചിലൊക്കെ ഉണ്ടാകുന്ന അവസ്ഥയാണ് പെല്ലാഗ്ര എന്ന് പറയുന്നത്. നോക്കിയേ, പ്രകാശമേൽക്കുന്ന ഭാഗത്തെ ത്വക്ക് പരുക്കനായി മാറുന്ന അവസ്ഥ. അപ്പൊ പെല്ലാഗ്ര എന്ന് വെച്ചാൽ എന്താണ്? സൂര്യപ്രകാശം ഏൽക്കുന്ന ഭാഗത്തെ തൊലിയുടെ ഭാഗം, ത്വക്കിന്റെ ഭാഗം ചുവന്ന് തടിക്കുന്ന അല്ലെങ്കിൽ പരുക്കനായി മാറുന്ന അവസ്ഥയാണ് പെല്ലാഗ്ര എന്ന് പറയുന്നത്. പെല്ലാഗ്ര എങ്ങനെ ഉണ്ടാകുന്നു? ജീവകം B3യുടെ കുറവ് മൂലം ഉണ്ടാകുന്നു. എന്താണ് ജീവകം B3യുടെ യഥാർത്ഥ പേരെന്ന് പറയുന്നത്? നിയാസിൻ എന്നാണ് യഥാർത്ഥ പേരെന്ന് പറയുന്നത്. അടുത്ത് നോക്കിയേ, ജീവകം B5ന്റെ യഥാർത്ഥ പേര് പാൻറ്റോതെനിക് ആസിഡ് എന്നാണ്. ഓർത്ത് വെച്ചേക്കണേ, ജീവകം B5യുടെ യഥാർത്ഥ പേരെന്ന് പറഞ്ഞാൽ പാൻറ്റോതെനിക് ആസിഡ്. അടുത്ത് നോക്കിയേ, ജീവകം B6, വിറ്റാമിൻ B6ന്റെ പേരെന്ന് പറഞ്ഞാൽ പിരിഡോക്സിൻ എന്നാണ്. B6 പിരിഡോക്സിൻ, 6 ഇക്സിൻ, B6 പിരിഡോക്സിൻ. ജീവകം B6 എന്ന് പറഞ്ഞാൽ എന്താണ്? പിരിഡോക്സിൻ ആണ്. നോക്കിക്കേ, പിരിഡോക്സിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് മൈക്രോസൈറ്റിക് അനീമിയ. അനീമിയ എന്ന് വെച്ചാൽ വിളർച്ച എന്നറിയാം. ജീവകം B6ന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് മൈക്രോസൈറ്റിക് അനീമിയ. ചുവന്ന രക്താണുക്കൾ ചെറുതായി പോകുന്ന അവസ്ഥ. അപ്പോ ജീവകം B6ന്റെ പേര് പിരിഡോക്സിൻ എന്നാണ്. അതിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് മൈക്രോസൈറ്റിക് അനീമിയ എന്ന് പറയുന്നത്. അടുത്തത് നോക്കാം. അടുത്തത് ജീവകം B7 ആണ്. B7 നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. എലീസ ടെസ്റ്റിൽ ഉപയോഗിക്കുന്ന ജീവകത്തിന്റെ പേരാണ് ജീവകം B6. ഇതിന് മറ്റൊരു പേരുകൂടിയുണ്ട്. എന്തെന്ന് പറയുന്നത്? ജീവകം H, വിറ്റാമിൻ H എന്ന് പറയുന്നത് എന്താണ്? B7 ആണ്. നോക്കിക്കേ, B7ന്റെ ശരിക്കുള്ള പേരെന്താണ്? ബയോട്ടിൻ. എലീസ ടെസ്റ്റിൽ ഉപയോഗിക്കുന്ന ജീവകമാണ് ജീവകം B7 എന്ന് പറയുന്നത്. എലീസ ടെസ്റ്റിൽ ഉപയോഗിക്കുന്ന ജീവകത്തിന്റെ പേരെന്താണ്? ഒന്നില്ലേ ബയോട്ടിൻ ആണ്, അല്ലെങ്കിൽ B7 ആണ്, അല്ലെങ്കിൽ ജീവകം H ആണ്. മനസ്സിലാവുന്നുണ്ടോ? B7, ബയോട്ടിൻ, H. അടുത്ത നോക്കിക്കേ, B9 ഫോളിക് ആസിഡ്. ഗർഭിണികൾക്കൊക്കെ സാധാരണഗതിയിൽ ഇത് കൊടുക്കാറുണ്ട്. ഫോളിക് ആസിഡ് അടങ്ങിയ ടാബ്ലറ്റ് കൊടുക്കാറുണ്ട്. നോക്കിയേ, രക്തകോശങ്ങളുടെ രൂപീകരണത്തിന് ആവശ്യമായ ജീവകമാണ് B9 എന്ന് പറയുന്നത്. അപ്പോൾ ജീവകം B9 അഥവാ ഫോളിക് ആസിഡ് എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു? രക്തകോശങ്ങളുടെ രൂപീകരണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ജീവകമാണ് ജീവകം B9 എന്ന് പറയുന്നത്. ജീവകം B9 അഥവാ രക്തകോശങ്ങളുടെ രൂപീകരണത്തിന് ആവശ്യമായിട്ടുള്ള ജീവകം. അടുത്ത പോയിന്റ് നോക്കിക്കേ, ഈ ജീവകത്തിന്റെ അപര്യാപ്തത മൂലം മെഗാലോബ്ലാസ്റ്റിക് അനീമിയ എന്ന രോഗം ഉണ്ടാകുന്നു. അപ്പോൾ ജീവകം B9ന്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമാണ് മെഗാലോബ്ലാസ്റ്റിക് അനീമിയ എന്ന് പറയുന്നത്. എന്താണ് മെഗാലോബ്ലാസ്റ്റിക് അനീമിയ? ചുവന്ന
രക്താണുക്കളുടെ വലിപ്പം ക്രമാതീതമായി വർദ്ധിക്കുന്നു. അല്ലെങ്കിൽ നമ്മുടെ അസ്ഥിമജ്ജകള് ചുവന്ന രക്താണുക്കളെ ഉൽപ്പാദിക്കുന്നു, വലിയ ചുവന്ന രക്താണുക്കളെ ഉൽപ്പാദിപ്പിക്കുന്നു. ക്രമാതീതമായി വലിപ്പമുള്ള ചുവന്ന രക്താണുക്കളെ ഉൽപ്പാദിപ്പിക്കുന്ന അവസ്ഥയാണ് എന്ന് പറയുന്നത് മെഗാലോബ്ലാസ്റ്റിക് അനീമിയ എന്ന് പറയുന്നത്. അപ്പോൾ ജീവകം B9 യഥാർത്ഥ പേരെന്ന് പറഞ്ഞാൽ ഫോളിക് ആസിഡ് ആണ്. രക്തകോശങ്ങളുടെ നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള ജീവകമാണ് ജീവകം B9 എന്ന് പറയുന്നത്. ഇതിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് മെഗാലോബ്ലാസ്റ്റിക് അനീമിയ. B6 ആണെങ്കിൽ മൈക്രോസൈറ്റിക് അനീമിയ ആയിരുന്നു. B9 ആയപ്പോഴേക്കും മെഗാലോബ്ലാസ്റ്റിക് അനീമിയ. എന്താണ് മെഗാലോബ്ലാസ്റ്റിക് അനീമിയ? ചുവന്ന രക്താണുക്കളുടെ വലിപ്പം കൂടുന്നു. ഈ അവസ്ഥയെ പറയുന്ന പേരാണ് മെഗാലോബ്ലാസ്റ്റിക് അനീമിയ. അടുത്ത നോക്കിയേ, ജീവകം B12 ആണ്. B12 യഥാർത്ഥ നാമം എന്ന് പറയുന്നത് സയാനോ കൊബാലുമിൻ എന്നാണ്. B12 യഥാർത്ഥ നാമം സയാനോ കൊബാലുമിൻ. കൊബാൾട്ട് അടങ്ങിയിട്ടുണ്ട് അതില്. നോക്കിയേ, അടുത്ത പോയിന്റ് നോക്കിയേ, കൊബാൾട്ട് അടങ്ങിയ ജീവകം. അപ്പൊ നമ്മൾ പറഞ്ഞതേ ഉള്ളൂ, ജീവകം B12 എന്ന് പറഞ്ഞാൽ സയാനോ കൊബാലുമിൻ, കൊബാൾട്ട് അടങ്ങിയ ജീവകമാണ് B12 എന്ന് പറയുന്നത്. മഴവെള്ളത്തിൽ നിന്ന് ലഭിക്കുന്ന ജീവകം ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയുന്നു B12. അപ്പൊ B12 യഥാർത്ഥ പേര് സയാനോ കൊബാലുമിൻ ആണ്. കൊബാൾട്ട് അടങ്ങിയിട്ടുണ്ട്. മഴവെള്ളത്തിൽ നിന്ന് ലഭിക്കുന്ന ജീവകം എന്ന് ചോദിച്ചാൽ നമ്മൾ പറയുന്നു ജീവകം B12. ഈ രോഗത്തിന്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമാണ് പെർനീഷ്യസ് അനീമിയ. എന്താണ് പെർനീഷ്യസ് അനീമിയ? B12 അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമാണ് പെർനീഷ്യസ് അനീമിയ എന്ന് പറയുന്നത്. ഇതെവിടെയാണ് കൂടുതൽ കിട്ടുന്നത്? ധാന്യങ്ങളുടെ തവിട്, മുട്ട, ചേമ്പില, പാൽ എന്നിവ ഭക്ഷ്യവസ്തുക്കളിൽ നിന്നും ജീവകം B12 ലഭിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ ജീവകം ബിയെ പറ്റിയിട്ടും പ്രധാനപ്പെട്ട പിരിവുകളെ പറ്റിയിട്ടുമാണ് പറഞ്ഞത്. ഏതൊക്കെയായിരുന്നു ജീവകം ബിയിൽ ഉൾപ്പെട്ടിരുന്നത്? B1 ഉണ്ട്, B2 ഉണ്ട്, B3 ഉണ്ട്, B5 ഉണ്ട്, B6 ഉണ്ട്, B7 ഉണ്ട്, B9 ഉണ്ട്, B12 ഉണ്ട്. ഇത് ഇത്രയും കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? അടുത്ത എന്താന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ വളരെ പ്രധാനപ്പെട്ട വൈറ്റമിൻസിനെ കുറിച്ച്, അവയുടെ അപര്യാപ്തത രോഗത്തെ പറ്റിയിട്ടൊക്കെയാണ് നമ്മൾ പഠിച്ചത്. തുടർന്നും ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. കൃത്യമായിട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക, പഠിക്കുക. നന്ദി, നമസ്കാരം.